രാവിലെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞ കേട്ടാണ് എഴുന്നേറ്റത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഫോൺ കോൾ ആന ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് കഴിമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അമ്പാട്ടുപടി. അവിടെയാണ് ആന ഇറങ്ങിയത്. ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയത്. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു, അതുകൊണ്ട് ആന ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല ആന വന്നത്. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നേരം കൊടുത്തപ്പോഴാണ് എല്ലാവരും കണ്ടത്. ആനയെല്ലാം നശിപ്പിച്ച് ആനയുടെ കാൽപ്പാടും ആനപ്പിണ്ടവും കണ്ട് അങ്ങനെയാണ് ആൾക്കാർ അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ആന ഇപ്പം കുറച്ച് നാളായിട്ട് ഇവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് വടശ്ശേരിക്കര പഞ്ചായത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി. ഇന്നും ആന ഇറങ്ങിയിട്ടുണ്ട്. ആന നശിപ്പിച്ചതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ പറമ്പിൽ ആന വന്നിട്ടെല്ലാം നശിപ്പിച്ചു. വാഴയും കൊടിയും റബ്ബറും എല്ലാം ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളത് നോക്കാൻ രാവിലെ പോയായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ആന ഇതൊക്കെ തന്നെ ഉണ്ട്. ഈ സ്ഥലത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മളിവിടെ ആന ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. രാത്രിയിലൊക്കെ ആണെങ്കിലും രാവിലെ ആണെങ്കിലും സൂക്ഷിച്ച് നടക്കുക. ഇനി വരാൻ സാധ്യതയുണ്ട്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. രാവിലെ എഴുന്നേറ്റപ്പോഴൊരു ഫോൺ കോള്, പറമ്പിൽ ആന കയറി എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ തേങ്ങയിടാൻ, അവിടെ നമ്മുടെ പറമ്പിൽ ആന കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കട്ടെ എന്താ സംഭവം. പോയി നോക്കിയിട്ട് വരാം എന്താ സംഭവം എന്ന്. ഞാനും അമ്മയും അവനും കൂടെ, അനിയച്ചാരും കൂടെ പോയി നോക്കിയിട്ട് വരാം. ആന കയറി എന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മുടെ പറമ്പിൽ ആദ്യമായിട്ട് ആന വരുവാണെങ്കിൽ വരുന്നത്. അതിന് മുന്നേ ഇവിടെ അടുത്തൊക്കെ ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ആന ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് അപ്പുറത്താണ്. ഇപ്പം നമ്മുടെ പറമ്പിൽ കയറി എന്ന് പറയുന്നുണ്ട് ആന. അപ്പം നോക്കിയിട്ട് വരാം എന്താ സംഭവം. ആന കയറിയിട്ട് എന്തൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. ആന കയറിയോ ഒന്നും അറിയത്തില്ല, ചെന്നാലേ അറിയത്തുള്ളൂ. പോയിട്ട് നോക്കിയിട്ട് വരാം. മഴയത്ത് ആന എവിടുന്ന് വരും? മഴയത്തല്ലേ ആന വരുന്നത്. ഞാൻ കഴിഞ്ഞ കമലാസൻ്റെ അതുവഴിയൊക്കെ ചാടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു നമ്മുടെ അവിടോട്ട് കയറ്റമില്ല, അവിടോട്ട് ആന കയറത്തില്ല. ആനയ്ക്ക് കയറ്റം കയറുന്ന ഇഷ്ടം. താമസിച്ചേ വരത്തുള്ളൂ. മഴ കൂടെ പെയ്തോണ്ടിരിക്കില്ലേ, അപ്പം കയറി ഇറങ്ങി നിൽക്കണ്ടായോ, നനയാൻ പറ്റും. ഇവരൊക്കെ പോയി ഇട്ടതാടാ. അല്ല പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടെന്നാണ് ഇവിടെ മഴ പിടിച്ച് പിന്നെ വെട്ടാൻ പോയത്. അത് നാളെ വേറെ വിട്ടില്ലേ. സാധാരണ മഴയത്ത് വെട്ടാൻ പോകത്തില്ല. പോയപ്പം ഒന്ന് പെയ്ത് തോന്നപ്പോ പോയി. അതുപോലെ അവിടെ ചെന്നപ്പോഴും അത് തന്നെ. അതിന് മൊത്തം മഴയായിരുന്നേ. ഇവിടെ നിന്നാണോ നിങ്ങൾ നാളെ വിറക് കൊണ്ടുവന്നത്? ഇവിടെ കയ്യാല് ഇതൊക്കെ കിട്ടിയല്ലോ. വണ്ടി പരിപാടി കഴിഞ്ഞ് തൈ നട്ടു. മറ്റേ മരം വെട്ടാൻ നേരം വഴി തെളിച്ചിട്ടേക്കുമായിരുന്നു. ഇവിടെ വെട്ടിയവരെല്ലാം തൈ വെച്ചു.
നിന്നാട്ടെ ഞങ്ങൾ വേറെ കൊണ്ടുവന്നത്. ഈ വീടുന്നു അത് ഇത് എന്നാലും ഇവിടുത്തെ ഇത് മാറിയോ? വേലി കെട്ടി ഇത് ഇട്ടു. ഇവിടെ മറ്റേ കല്ല് പൊട്ടിച്ചടം അത് അപ്പുറത്തില്ലേ, അത് നിർത്തിയോ? അത് ഇതാക്കിട്ടേക്കോ, സ്റ്റേ ചെയ്തിട്ടേക്കുമല്ലേ. അതുകൊണ്ട് അവർ അറുത്തെടുക്കാന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ ആരാണ്ട് ഇവിടുത്തെ അയലൊക്കെക്കാരെല്ലാം സ്റ്റേ ചെയ്തെടുത്തേക്കും. അതിനകത്തില്ലല്ലോ എന്നെ പൊട്ടിക്കാൻ കല്ല്. അതങ്ങോട്ട് കുഴിക്കും തോറും കല്ലില്ല. അവർ കളിപ്പിച്ചെന്നിട്ട് അത് നമ്മുടെ ഇത് മാത്രം ഇവിടെ എങ്ങും ആന കയറി ലക്ഷണം കാണുന്നത്. ആനപ്പിണ്ടൊന്നും കാണുന്നില്ല. ആന ഇതുവഴി കയറി എവിടെ പോകാൻ? അത് ഇറങ്ങിപ്പോയി. വാഴയെല്ലാം കളഞ്ഞെന്നാ പറഞ്ഞത്. വാഴ നമ്മൾ താഴെ പെരയുടെ അവിടെ എല്ലാം വാഴയില്ലേ നമുക്ക്. അവിടെ നിന്ന വാഴയാണ്. നമുക്ക് വാഴ ആ കൊടി അങ്ങേരെ എന്തുമാത്രം കഷ്ടം. മേളി വഴി കൂടെ അങ്ങനെ ഇറങ്ങിയെങ്കിൽ ആ കൊടി മൊത്തം അങ്ങേരെ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഇപ്പം മുളകും കായ്ച്ചതാണ്. ഒരു ചതി പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ഇവിടെ എല്ലാം വീടുണ്ട്. വീടില്ലാത്ത നമ്മുടെ അവിടെ കാണാൻ പോകായിരിക്കും. ആന കയറിയത് കാണാൻ പോകുന്ന പുള്ളി. ആന കയറിയത് കാണാൻ പോകായിരിക്കും. ഇതുകൊണ്ട് ഇപ്പുറത്ത് തൈ എല്ലാം ഉണ്ട്. എന്തൊരു ഇപ്പം ഏസിയിട്ട് തുറക്കില്ല. പോകുമ്പം തിരിച്ചാണ് അങ്ങ് പോകാം. ചെടിയാ. ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇവിടെ പിന്നെ വഴിയുള്ളതുകൊണ്ട് കയറിപ്പോയതായിരിക്കും. ഇതുവഴി ഇതിന്റെ മുന്നേ കൊടുക്കാനാ വലിഞ്ഞു കയറുന്നത്. അമ്മയ്ക്ക് ആന ചുമ്മാ അവിടെ ഇല്ലേ ആന? ഇതോ മേളിൽ കൂടെ വന്നേ. പോയില്ലേ ആന? പോയാന പോയോ? ഈ വഴിക്ക് മേളിൽ കൂടെ വന്നില്ല. ഇങ്ങനെ അറിഞ്ഞേ നിങ്ങൾ ഒറ്റാനാണ് തോന്നുന്നു. രാവിലെ ബിജുവിനോട് പറഞ്ഞെന്ന്. അപ്പോൾ ഇവിടെ എന്തോ കാണിച്ചതെന്ന് നമുക്ക് കാണാമെന്നൊക്കെ നോക്കണ്ടേ. അത് ഭയങ്കര കൂടെ ആവാൻ കാര്യമായിട്ട് എങ്ങുമൊക്കെ നിൽക്കുന്ന കാരണം എല്ലാം നാശം ചെയ്തു. അതല്ല താമസിക്കുന്നവരൊക്കെ ഇവിടെ വന്നാൽ ഞാൻ ആ കാക്ക ഇതുവഴി വരാനാ. ഇതുവഴി ഇങ്ങനെ ഇത് പിന്നെ അങ്ങ് താഴത്തെ റോഡിൽ കൂടെ കയറി ഇങ്ങനെ വന്ന് അതിലേക്കൂടെ ചരിഞ്ഞ് ഇങ്ങനെ കയറിയത്. പ്ലാവ് വെട്ടി വഴിയിട്ട് ഇനിയിപ്പോൾ മാറ്റി തരാനോ? വഴി അടച്ച് പ്ലാവ് ഇട്ടിട്ട് ഇതുവഴിയൊന്നും ആന കയറിയില്ല. മേളത്തെ മറ്റേ വഴിയായിരിക്കും. ഇതെന്താ മഞ്ചാടിയാണോ പുളിങ്കുരു നടക്കുന്നത്? എന്താ പേര്? എന്ത് അമ്മ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടു? മൊത്തം ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ. ആടെ കിടക്കുന്ന കണ്ടു. അങ്ങോട്ട് ചെല്ലട്ടെ, സ്പോട്ടിൽ ചെല്ലട്ടെ. ഈട് പിന്നെ ആനയുടെ അത്രയും വെയിറ്റ് കയറിയ പിന്നെ ഈട് കിട്ടിയത്തില്ല. ആ കൊലയെടുത്തോ? കൊല എന്തായാലും തിന്നില്ല. വേണ്ട ഇതെന്ത് ഈ കൊല കൊള്ളത്തില്ലേ? ഒരെണ്ണം ഉള്ളായിരുന്നോ? അല്ല ആന വാഴ തിരിച്ചു പറിച്ചല്ലോ ഇത്. വാഴയെല്ലാം പിഴുതത് കേട്ടോ. എല്ലാ വാഴയും പിഴുതു. ഇത് ആനയുടെ കാൽപ്പാടാ കണ്ടോ? ഇത്രയും വലിയ കാലാണ് കണ്ടോ ആനയുടെ ഒരു കാല് കണ്ടോ?
ഇത്രയും വലുതാ ഒരു ആനയുടെ കാൽപ്പാട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ കേട്ടോ. ആന ഇവിടെ ചവിട്ടിയിട്ട് മുട്ടുകുത്തിയാണ് കയറിപ്പോയെ. അയ്യ, ഇടി ഇടിച്ചു. ഉള്ള വാഴയെല്ലാം പിഴുതു. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആനപ്പിണ്ടം വേണ്ട, ആനപ്പിണ്ടം ഇട്ടു. കാപ്പിക്കും കൊടിക്കൊന്നും പറ്റിയില്ല. അല്ല, ഇവിടെ ഒന്നും ചെയ്തില്ല. അത് കയറിപ്പോയ വഴിയല്ലേ. റബ്ബർ ഒടിച്ചു. വേറെ ഒന്നും ഇതേണ്ട കൊല ചവിട്ടി പറിച്ചിട്ടേക്കണം. ആദ്യമായിട്ടാണ് ഇതുപോലെ ഞാലിപ്പൂവനുണ്ടാവുന്നത്. അത് ആന കൊണ്ട് കൊലയെല്ലാം കൊല എന്നിട്ട് ഇതുവഴി കയറി പോയതാ. നമുക്ക് ആദ്യമായിട്ടില്ല ഇത്രയും പോയി. ഇത്രയും വലിയ കൊല അല്ലെ, എല്ലാം 5ഉം 10ഉം കായുള്ള കൊലയായിരുന്നു. ആദ്യമായിട്ട് ഇച്ചിരി വലിയ കൊല ഉണ്ടായപ്പം ആന ഒന്ന് കൊണ്ടുപോയി. ആന എവിടെ നിന്ന് വന്നിരുന്നുണ്ട് തിരിച്ച് അതുവഴി കാണാൻ പോയി. ഒരു കാലം ഇത് കണ്ടോ. ആനയുടെ ഒരു കാലം ഇത്ര. ആനയുടെ ഒരു ചവിട്ട്, ഒരു കാൽപാദം. ഇവിടെല്ലാം ആന ചവിട്ടിയിട്ടുണ്ട്. ഇവിടെല്ലാം ആന നിന്നുറങ്ങിയതല്ലോ ആയിരിക്കും. ഇവിടെ ഉണ്ട്. ഇതെല്ലാം ആനയുടെ കാൽപ്പാടാണ് വലിയ. ആന നമുക്ക് കൊല വെട്ടി തന്നുണ്ട്. നമ്മൾ വെട്ടുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ആന കൊല വെട്ടി തന്നു. പാമേ നമ്മൾ തിരിച്ചിന് വീട്ടിലോട്ട് പോകും. എല്ലാം നശിപ്പിച്ചു. നമ്മുടെ വാഴയും വാഴ മൊത്തം റബ്ബർ കൊടി എല്ലാം ചവിട്ടി മെതിച്ചു കളഞ്ഞു. അത്ര വലിയ കൊമ്പുണ്ടെ കുത്തി മറിക്കുമായിരിക്കും. അതിന്റെ കാൽപ്പാട് കണ്ടില്ല, എന്തോ ഇല്ല. ആനക്കല്ലും വലിയതില്ല. ഒരു ഉണക്കക്കൊല ഒഴിച്ച് ബാക്കി കാപ്പി, കുരുമുളക്, എല്ലാ സാധനവും റബ്ബർ എല്ലാം നശിപ്പിച്ചു. നീയിപ്പോ അത് പോയത് പോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയത്തില്ല ഇനി ഇങ്ങനെ വന്ന് അങ്ങോട്ട് വരുമോന്ന്. ഒരാനയുള്ളവരൊന്നും അതൊക്കെ ഇവിടെ ഇനിയിപ്പോ ആൾക്കാർ ഉണർന്നിരുന്നു അതിനെ ഓടിച്ചോളും. ആന വരുമ്പോ പടക്കം ഓടിച്ചോളും. അതിപ്പോ ഇനിയിപ്പോ എവിടെ ആയിരിക്കും, എവിടെ കയറി പോയി കാണുക. മറ്റേ നമ്മുടെ അതുവഴിയൊന്നും അത് കയറി വരത്തില്ലെന്നാ അവസ്ഥ. ഇതാ മേളിൽ നിന്ന് ഇറങ്ങി വന്നതാ. മേളിൽ നിന്ന് ഇറങ്ങി വന്നോ താഴ്ന്ന് കയറി പോയാണെന്ന് ആർക്കറിയാം. ആനയ്ക്കറിയാം അതെങ്ങോട്ടാ പോയതെന്നും ഇതുവഴിയാ വന്നതെന്നും. ഉടനെ ആന ഇറങ്ങി പേരമ്മ തന്നെ അവിടെ കിടക്കുമായിരുന്ന ഗതി എന്തോ. ആന ഇറങ്ങിയതാന്നോ കയറി പോയതെന്നോ ആരും കണ്ടില്ല. എല്ലാവരും ആനയുടെ കാൽപ്പാടും പിടിച്ചിട്ടേക്കുന്നേ കണ്ടല്ലോ.